ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിനെ കണ്ടുമുട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, യാ ഉഖബത്ത് ബിൻ ആമിർ, സിൽമൻ ഖതാഖ് വാതിമൻ ഹറമക് വാഫ്വൻ അമ്മൻ ളലമക്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഓ ഉഖബത്ത് ബിൻ ആമിർ, നിന്നെ അകറ്റി നിർത്തിയവനോട് നീ ചേർന്ന് നിൽക്കുക, നിനക്ക് തരാത്തവന് നീ നൽകുക, നിന്നോട് അക്രമം കാണിച്ചവന് നീ മാപ്പ് നൽകുക. ഇതാണ് ഹദീസിൻ്റെ അർത്ഥം. നമുക്ക് പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് നാമങ്ങളാണ്, ഒന്ന് ഗഫൂർ, മറ്റൊന്ന് അഫൂ. ഖുർആൻ പല രീതിയിലും ഗഫൂർ എന്നും ഗഫാർ എന്നും പല രീതിയിൽ വിശേഷിപ്പിക്കുന്നത് നമുക്ക് കാണാം. റമദാനുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിലും ഈ മഗ്ഫിറത്തിനെ കുറിച്ചുള്ള പരാമർശം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ സാമ റമദാനൻ ഈമാനൻ വഹ്തിസാബൻ ഗഫിർ ലഹു മാ തഖദ്ദമ മിൻ ദംബി. റമദാൻ മാസത്തിൽ പൂർണ്ണമായ വിശ്വാസത്തോടും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടും ആര് നോമ്പെടുക്കുന്നുവോ അവൻ്റെ മുൻകാല പാപങ്ങളെല്ലാം അള്ളാഹു കൊടുത്തു കൊടുക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. മഗ്ഫിറത്തും ഗഫൂറും തമ്മിൽ വളരെ ആശയപരമായ വലിയ വ്യത്യാസമുണ്ട്. ഗഫറ എന്ന് വെച്ചാൽ മറച്ചു വെച്ചു എന്നാണ്. മഗ്ഫിറത്ത് എന്ന് വെച്ചാൽ ഒരാളൊരു കുറ്റം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മറച്ചു വെക്കുന്നു, ഒഴിവാക്കി കൊടുക്കുന്നു എന്നാണ്. അഫു എന്നതിൻ്റെ അർത്ഥം കുറച്ചും കൂടി വിശാലമാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഒരാളൊരു കുറ്റം ചെയ്യുകയും ആ കുറ്റത്തിന് തിരിച്ച് പ്രതിക്രിയ ചെയ്യാൻ അവകാശമുണ്ടായിട്ടും അതിനെ ഒഴിവാക്കി കൊടുക്കുന്നതിനാണ് അഫു എന്ന് പറയുക. അതായത് അതിന് പ്രതികാരം ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിട്ടും ഒഴിവാക്കി കൊടുക്കുക, മുമ്പ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലാത്ത തരത്തിൽ അതിനെ കരുതുക എന്നതിനാണ് അഫു എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ അവസാനത്തെ 10 ഒരു പശ്ചാത്തലത്തിൽ ചോദിക്കുന്നുണ്ട്, ലൈലത്തുൽ ഖദ്ർ വരുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ എന്ത് പ്രാർത്ഥനയാണ് നബിയെ നടത്തേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നത്, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. പടച്ചവനെ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, നീ അതിഷ്ടപ്പെടുന്നവനാണ്, നീ എനിക്ക് അങ്ങനെ പുറത്തു തരണമേ, വിട്ടുവീഴ്ച ചെയ്തു തരണമേ എന്നാണ്. അതായത് ഈ മഗ്ഫിറത്തും ഇഫ്ഫത്തും അഫുവും എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും അനിവാര്യമായി ഉണ്ടാകേണ്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞു വെച്ച ഹദീസിലുള്ളത്. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അക്കാര്യമാണ്. അതായത് സിൽമൻ ഖതാഖ, ഉഖബ, നിന്നോട് ആരാണോ ബന്ധം വേർപ്പെടുത്തിയത്, മുറിച്ചു കളഞ്ഞത്, അവരോട് ബന്ധം ഉണ്ടാക്കുക. ഒരാളോട് നമ്മൾ ഒരാളോട് പിണങ്ങിയാൽ എന്നാൽ പിന്നെ ഞാനുമില്ല എന്നല്ല കരുതേണ്ടത്. വിശ്വാസിയുടെ പ്രത്യേകത ആ ബന്ധം വിളക്കി ചേർക്കുന്നവനാണ്, ചേർത്ത് നിർത്തുന്നവനാവണം വിശ്വാസി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഉഖബത്ത് ബിൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് ഫാത്തിമൻ ഹറമക്, നിനക്ക് തരാത്തവനോട് നീ നൽകുക എന്നാണ്. എനിക്കൊരാൾ തന്നില്ല, എന്നോടൊരാൾ അനുകൂലമായി പ്രതികരിച്ചില്ല, റെസ്പോണ്ട് ചെയ്തില്ല, നന്നായി പെരുമാറിയില്ല, എന്നാൽ ഞാനും തിരിച്ചെങ്ങനെ പെരുമാറും എന്ന് പറയുന്ന തീരുമാനം വിശ്വാസിയുടെ തീരുമാനം അല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വാഫു അമ്മൻ ളലമക്, നിന്നോട് അക്രമം കാണിച്ചവനോട് അഫു പെരുമാറുക, അതായത് വിട്ടുവീഴ്ച നൽകുക, അങ്ങനൊന്നും കാണിച്ചിട്ടില്ല എന്ന തരത്തിൽ പെരുമാറുക എന്നാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആ കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നത് കാണാം. ഖുദുൽ അഫ്വ, അഫു സ്വീകരിക്കുക.
വഅംറു ബിൽ ഉറഫ്, നന്മ കൽപ്പിക്കുക, വഅരിദ് അനിൽ ജാഹിലീൻ, ജാഹിലികളിൽ നിന്ന് അവരെ അവഗണിച്ച് കളയുക. കാരണം വിശ്വാസി ജാഹിലല്ല, ജാഹിലിനോട് ചേർന്ന് നിൽക്കുന്നവനല്ല. അതുപോലെ നന്മ കൽപ്പിക്കുന്നവനാണ്, തിന്മ വിരോധിക്കുന്നവനാണ്. അഫു എന്ന് പറയുന്നത് വിശ്വാസിയുടെ ഒരു ഗുണമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞത്. വഅൻ തഅഫു അഖ്റബു ലിത്തഖ്വ, മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഈ വിട്ടുവീഴ്ച ചെയ്യുന്നത് തഖ്വയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സ്വഭാവമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതായത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതിൻ്റെ ചുരുക്കം, ബന്ധങ്ങൾ വിളക്കി ചേർക്കലും ഒരു വിശ്വാസി ഉദാരത ഉള്ളവനായി മാറലും അതുപോലെ തന്നെ മാപ്പ് നൽകാൻ കഴിയുന്നവരുമാവണം. കാരണം അള്ളാഹു മാഫുവാണ്, അള്ളാഹു ഗഫൂറാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസിയും ആ തരത്തിൽ മാപ്പ് നൽകാനും വിട്ടുവീഴ്ച ചെയ്യുവാനും പുറത്തു കൊടുക്കാനും കഴിയുന്നവനാവണം. കാരണം പോസിറ്റീവ് എനർജി മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നവനാണ് വിശ്വാസി എന്നാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ആ ബോധം ഈ റമദാൻ മാസത്തിലും ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.